ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആഴ്ചത്തിലെ പ്രധാനപ്പെട്ട വീക്കിലി കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ അല്ലേ? നമ്മുടെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് MCQ ടൈപ്പായിട്ട് ഈ പറയുന്ന ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷദ്വീപിന്റെ ഭാഗമായ കവരത്തി ലഗൂണിൽ നിന്ന് കണ്ടെത്തിയ ക്രിസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയുടെ പേരിലുള്ള പുതിയ സൂക്ഷ്മജീവി ഏതാണെന്നുള്ളതാണ് അല്ലേ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷദ്വീപിന്റെ ഭാഗമായ കവരത്തി ലഗൂണിൽ നിന്ന് കണ്ടെത്തിയ ക്രിസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയുടെ പേരിലുള്ള പുതിയ സൂക്ഷ്മജീവി ഏതാണെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ ഇന്ത്യ ഫോണ്ട് ബിജോയിയാണ് അല്ലേ? ഇന്ത്യ ഫോണ്ട് ബിജോയിയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഫോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. ബിജോയ് എന്ന് പറയുന്നത് കുസാറ്റിലെ ഗവേഷകനായ ബിജോയുടെ പേരെന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ബഹുമാനാർത്ഥമാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമായി ആരംഭിച്ച പുതിയ ഏകജാലക ഡിജിറ്റൽ പോർട്ടലിന്റെ പേര് എന്താണെന്നുള്ളതാണ് അല്ലെ? കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമായി ആരംഭിച്ച പുതിയ ഏകജാലക ഡിജിറ്റൽ പോർട്ടലിന്റെ പേര് എന്താണെന്നുള്ളതാണ്. പേരെന്ന് പറഞ്ഞാൽ പങ്കുടി എന്നുള്ളതാണ് അല്ലെ? എന്താണത്? പങ്കുടി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പേര് എന്ന് പറയുന്നത്, പങ്കുടി. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ മന്ത്രി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണത്? അന്നപൂർണ ദേവിയാണ് അല്ലെ? ആരാണത്? അന്നപൂർണ ദേവിയാണ്. ഓക്കെ, അന്നപൂർണ ദേവിയാണ് എന്ത് ചെയ്യുന്നത് മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പങ്കുടിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പുതിയ പോർട്ടലിന്റെ പേര് എന്നുള്ളത്. എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2026 ജനുവരിയിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് എന്നുള്ളതാണ്. 2026 ജനുവരിയിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് എന്നുള്ളതാണ്. ആരാണത്? AK ബാലസുബ്രഹ്മണ്യനാണ് അല്ലെ? ആരാണത്? AK ബാലസുബ്രഹ്മണ്യനാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം എന്ന് പറയുന്നത്. ചെയർമാനായിട്ട് നിയമിതനായത് ആരാണത്? AK ബാലസുബ്രഹ്മണ്യനാണ്. മലയാളിയാണ് അല്ലെ? പുള്ളി മലയാളിയാണ്. അപ്പോൾ 2026 ജനുവരിയിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് AK ബാലസുബ്രഹ്മണ്യനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ISROയുടെ PSLV റോക്കറ്റിലൂടെ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ബഹിരാകാശ മാലിന്യം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ നിർണായക ദൗത്യം ഏതാണെന്നുള്ളതാണ് അല്ലെ? ഈ പറയുന്ന ISROയുടെ PSLV റോക്കറ്റിലൂടെ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ബഹിരാകാശ മാലിന്യം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ നിർണായക ദൗത്യം ഏതാണ് എന്നുള്ളതാണ്. ഏതാണത്? ആയുസ് വർദ്ധിപ്പിക്കുക. എന്താണ് അർത്ഥം വരുന്നത്? ആയുൽസാറ്റ് ആണ്. എന്താണത്? ആയുൽസാറ്റ് ആണ്. ഓർത്തിരിക്കുക, ആയുൽസാറ്റ് ആണ്. പക്ഷെ വിക്ഷേപണം എന്താണ്? പരാജയമായിരുന്നു. ഇപ്പം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ PSLV C-62 എന്നറിയപ്പെടുന്ന നമ്മുടെ വിക്ഷേപണം എന്ത് ചെയ്തിരുന്നു? ഈ പറഞ്ഞ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അനിയന്ത്രിതമായിട്ട് ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്ന സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ പറയുന്ന അപൂർവ ഇനം തവള ഏതാണെന്നുള്ളതാണ് അല്ലെ? കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അനിയന്ത്രിതമായ ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്നതായി സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ പറയുന്ന അപൂർവ ഇനം തവള ഏതാണ് എന്നുള്ളതാണ്. ഏതാണത്? അപൂർവമായിട്ട് നമ്മൾ കാണപ്പെടുന്ന എന്താണ്? ഈ പറഞ്ഞ ഗാലക്സിയാണ്. അപ്പൊ എന്താണത്? ഉത്തരം ഗാലക്സി ഫ്രോഗ് എന്നുള്ളതാണ് അല്ലെ? ഇതാണത് ഗാലക്സി ഫ്രോഗ് എന്നുള്ളതാണ്. ഓക്കെ, ഗാലക്സി ഫ്രോഗ് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഈ പറയുന്ന ഫ്രോഗിന്റെ പേര് ഓർത്തിരിക്കുക, ഗാലക്സി ഫ്രോഗ് എന്നുള്ളതാണ്. ഗാലക്സി ഫ്രോഗ്. കാരണം അദ്ദേഹത്തെ ഈ പറയുന്ന രീതിയിൽ ഗാലക്സികളുടെ കൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കുത്തുകുത്ത് കാണാൻ വേണ്ടി സാധിക്കും. കറുത്ത ശരീരത്തിൽ ഈ പറയുന്ന കുത്തുകുത്തുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അല്ലെ മുന്നോട്ട് വെച്ച ബയോ ഹാപ്പിനെസ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പിനെസ് ഡിസ്ട്രിക്റ്റ് ആയി മാറാൻ ഒരുങ്ങുന്ന ജില്ല ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ മുന്നോട്ട് വെച്ച ബയോ ഹാപ്പിനെസ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പിനെസ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറാൻ ഒരുങ്ങുന്ന ജില്ല ഏതാണ് എന്നുള്ളതാണ്. ഏതാണത്? അതാണ് KE പന്യൂർ ആണ്. എന്താണത്? KE പന്യൂർ. അരുണാചൽ പ്രദേശിലെ KE പന്യൂർ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അരുണാചൽ പ്രദേശിലെ KE പന്യൂർ. ഓക്കെ, നമ്മൾ പറഞ്ഞു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ പറയുന്ന ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ അഡീഷണൽ പോയിന്റുകളെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ അഡീഷണൽ പോയിന്റുകൾ പറഞ്ഞു പോകാത്തത്. ഈ പറയുന്ന അഡീഷണൽ പോയിന്റുകൾ വേണ്ടുന്നവർ ഈ പറഞ്ഞ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഈ പറയുന്ന പ്രധാനമായിട്ടും കുറേ ചോദ്യങ്ങളൊക്കെ എന്ത് പറ്റും കുറഞ്ഞ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്തത്
നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ അതായത് NSMന്റെ കീഴിൽ 3.1 പെറ്റാലോപ്സ് വേഗതയുള്ള പരംശക്തി എന്ന സൂപ്പർ കമ്പ്യൂട്ടർ 2026 ജനുവരിയിൽ കമ്മീഷൻ ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ് അല്ലെ. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷന്റെ കീഴിൽ 3.1 പെറ്റാലോപ്സ് വേഗതയുള്ള പരംശക്തി എന്ന സൂപ്പർ കമ്പ്യൂട്ടർ 2026 ജനുവരിയിൽ കമ്മീഷൻ ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ്. IIT ബോംബെ, ബംഗളൂരു, മദ്രാസ്, ഡൽഹി. ഇതായിരിക്കാം മദ്രാസ് ആണ് അല്ലേ. പറയുന്ന IIT മദ്രാസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിലാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏത് മിഷന്റെ കീഴിലാണെന്ന് ചോദിക്കാം. ഏതാണത്? നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ മിഷന്റെ കീഴിലാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ സൈന്യം സൃഷ്ടിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേനയുടെ പേരെന്താണെന്നുള്ളതാണ് അല്ലെ. ഇന്ത്യൻ സൈന്യം സൃഷ്ടിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേനയുടെ പേര് എന്താണെന്നുള്ളതാണ്. അഗ്നേയ ഗരുഡ ഭൈരവ ശക്തി. ഏതാണത്? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലായിട്ട് പറഞ്ഞു വരുന്ന പേരാണ് എന്താണത്? ഭൈരവ് എന്നുള്ളതാണ് അല്ലേ. എന്താണത്? ഭൈരവ് എന്നുള്ളതാണ്. ഈ ഭൈരവിന്റെ ഈ പറയുന്ന എന്താണ് പരേഡാണ് ആർമിയുടെ പറയുന്ന എന്താണ് ജനുവരി 15 ജയ്പൂരിൽ വെച്ച് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഭൈരവിന്റെ പരേഡുകളൊക്കെ ജയ്പൂരിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ സൈന്യം സൃഷ്ടിച്ച പുതിയ ഡ്രോൺ കേന്ദ്രീകൃത ആധുനിക യുദ്ധസേനയുടെ പേരെന്താണ് ചോദിച്ചാൽ അത് ഭൈരവ് എന്നുള്ളതാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം സ്ക്രീനിലുണ്ട്. എന്താണത്? ഗോൾഡൻ ഗ്ലോബ് 2026 മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണെന്നുള്ളതാണ് അല്ലെ. ഗോൾഡൻ ഗ്ലോബ് 2026 മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് എന്നുള്ളതാണ്. അതിന് ഉത്തരം പോൾ തോമസ് ആൻഡേഴ്സൺ ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ആരാണത്? പറഞ്ഞ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ഓക്കെ, നമുക്ക് വാക്കുള്ളത് തോന്നുമ്പോൾ അതാണെന്ന് തോന്നുന്നു, പക്ഷെ ശരിയല്ല. ഈ പറഞ്ഞ ക്രിസ്റ്റഫർ നോളനോ മാർട്ടിൻ സോക്രട്ടീസോ ആണ്. ഇപ്പൊ സ്റ്റീവൻ സ്പിൽബർഗോ ഒന്നും അല്ല. ആരാണത്? പറഞ്ഞ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. അടുത്തത് ഈ പറഞ്ഞ ഗോൾഡൻ ഗ്ലോബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം കൂടിയാണ്. 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രം അല്ലെങ്കിൽ ഡ്രാമ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണെന്നുള്ളതാണ്. 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രം അല്ലെങ്കിൽ ഡ്രാമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏതാണെന്നുള്ളതാണ്. ഏതാണത്? ഏതാണ്? ഈ പറയുന്ന ഹാംനെറ്റ് എന്നുള്ളതാണ്. ഹാംനെറ്റ്. ഓക്കെ, ഏതാണത്? ഹാംനെറ്റ് എന്നുള്ളതാണ്. പറഞ്ഞൊരു കോമഡി ജോണറിലുള്ള ഒരു കോമഡി സീരിയസ് ജോണറിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഇപ്പം ഡെയ്കാപ്രിയോടെ എന്ത് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണത്? 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹാംനെറ്റ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അടുത്തത് സ്വയം ജ്വലിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നത് ഏത് ദിനാചരണത്തിന്റെ 2026 പ്രമേയമാണ് എന്നുള്ളതാണ് അല്ലെ. സ്വയം ജ്വലിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നത് ഏത് ദിനാചരണത്തിന്റെ 2026 പ്രമേയമാണ് എന്നുള്ളതായിരുന്നു. നമ്മൾ പഠിച്ചതാണ് അല്ലെ. നിങ്ങൾക്കറിയാം ജ്വലിച്ചു നിർത്തുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട യുവാക്കളെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഓഫ് യൂത്ത് ഈ പറയുന്ന ജ്വലിച്ചു നിർത്തുക എന്ന പ്രധാന യുവാക്കളെ ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ്? ദേശീയ യുവജന ദിനമാണ്. ദേശീയ യുവജന ദിനമാണ്. ആരുടെ ജന്മദിനമാണ്? വിവേകാനന്ദന് എന്താണ് ജന്മദിനവും കൂടിയാണ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സ്വയം ജ്വലിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക എന്നത് ഏത് 2026 പ്രമേയമാണെന്ന് ചോദിച്ചാൽ ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയമാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് 4 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ദൂരം ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് അല്ലേ. 4 മണിക്കൂർ കൊണ്ട് ഓർത്തിരിക്കുക. 4 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം ഈ പറയുന്ന ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ്. ഏതാണത്? തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടക. ഏതായിരിക്കാം? ആന്ധ്രയാണ് അല്ലേ. ഏതാണത്? ആന്ധ്രാപ്രദേശിലാണ്. അതേപോലെ തന്നെ തൊട്ട് മുമ്പായിട്ട് ഏകദേശം 72 കിലോമീറ്ററോളം ഈ പറയുന്ന രീതിയിൽ റോഡ് നിർമ്മാണം നടത്തി ഈ പറയുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു. അത് മഹാരാഷ്ട്രയിലായിരുന്നു അല്ലേ. എവിടെയാണത്? മഹാരാഷ്ട്രയിലായിരുന്നു. അതിന് ഈ പറയുന്ന 4 മണിക്കൂറല്ല, ഒരുപാട് സമയം എടുത്തു. പക്ഷേ എത്ര 105 മറ്റു മണിക്കൂറും എടുത്താണ് എന്ത് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 4 മണിക്കൂറിനുള്ള ഏറ്റവും കൂടുതൽ ദൂരം ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് റെക്കോർഡ് നേടിയ NHA പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചുള്ളത് ആന്ധ്രാപ്രദേശിലാണ് അല്ലേ. ഇവിടെയാണത് ആന്ധ്രാപ്രദേശിലാണ്. അടുത്തത് 2025 ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അവാർഡിന് അർഹയായ ഇന്ത്യൻ ആർമി ഓഫീസർ ആരാണെന്നുള്ളതാണ് അല്ലെ. 2025 ഐക്യരാഷ്ട്രസഭ UN സെക്രട്ടറി ജനറൽ അവാർഡിന് അർഹയായ ഇന്ത്യൻ ആർമി ഓഫീസർ ആരാണെന്നുള്ളതാണ്. ആരാണത്? നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണത്? വളരെ മലയാളിയും തോന്നിക്കുന്ന ഒരു പേരാണ് അല്ലെ. ആരാണത്? മേജർ സ്വാതി ശാന്തകുമാറാണ് അല്ലെ. മേജർ ശാന്തി ശാന്തകുമാർ എന്നുള്ളതാണ്. ഓക്കെ, മേജർ ശാന്തി ശാന്തകുമാറാണ്. അടുത്തത് നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അല്ലെ. നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായിട്ടുള്ള ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യ രാജ്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം
നിർമ്മിത ബുദ്ധി മേഖലകളിലെ ഈ പറയുന്ന മുന്നിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് ഗ്രോക്ക് എന്ന് പറയുന്നത് അല്ലെ. എന്താണത് ഗ്രോക്ക് എന്ന് പറയുന്നത്? അപ്പം ഗ്രോക്ക് നിരോധിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അല്ലേ. ഏതാണത്? ഇന്ത്യ, ചൈന, മലേഷ്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഫ്രാൻസ്, ജർമ്മനി. ഏതായിരിക്കാം? മലേഷ്യ, ഇന്തോനേഷ്യ ആണ് അല്ലേ. മലേഷ്യ, ഇന്തോനേഷ്യ ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഏഷ്യ പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാണ്? മലേഷ്യയും ഇന്തോനേഷ്യയും. മലേഷ്യയും ഇന്തോനേഷ്യ എന്നുള്ളത് ഓക്കെ അല്ലേ. മലേഷ്യയും ഇന്തോനേഷ്യയും കൂടാതെ തന്നെ തുർക്കിഷ് ഹൈക്കോടതി എന്ത് ചെയ്തിരുന്നു? ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തുർക്കിഷ് ഹൈക്കോടതി ഇപ്പം ഗ്രോക്കിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, 2026 ജനുവരിയിൽ സൗദി അറേബ്യയിൽ നടക്കുന്ന GCC രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണെന്നുള്ളതാണ് അല്ലെ. എന്താണത്? പറയുന്ന 2026 ജനുവരിയിൽ സൗദി അറേബ്യയിൽ നടന്ന GCC രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണെന്നുള്ളതായിരുന്നു. ഏതായിരിക്കാം? നമ്മൾ പറയാറുണ്ട് പണ്ട് എവിടെ പോകുന്ന പറയുന്ന ഗൾഫിൽ പോകുമെന്ന് പറയല്ലേ. ഇപ്പൊ എന്താണ് ഉത്തരം? ഗൾഫ് ഷീൽഡ് എന്നുള്ളതാണ് അല്ലെ. എന്താണത്? ഗൾഫ് ഷീൽഡ് 2026 എന്നുള്ളതായിരുന്നു. ഗൾഫ് ഷീൽഡ് 2026 എന്നുള്ളതാണ്. 2026 ജനുവരിയിൽ സൗദി അറേബ്യയിൽ നടന്ന GCC രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഗൾഫ് ഷീൽഡ് എന്നുള്ളതാണ്. ഗൾഫ് ഷീൽഡ്. പണ്ട് ഗൾഫിൽ പോകാന്നല്ലേ പറയാറ്. ഇപ്പം എന്തോർത്തിരിക്കുക? ഗൾഫ് ഷീൽഡ് എന്നുള്ളതാണ്. അടുത്തത് 2026 ജനുവരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ. 2026 ജനുവരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ 3rd ജനറേഷൻ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ ഏതാണെന്നുള്ളതാണ് അല്ലെ. അത് വികസിപ്പിച്ച രാജ്യം ഏതാണെന്നുള്ളതാണ്. ഏതാണത്? ഇസ്രായേൽ, ഇന്ത്യ, റഷ്യ, ഫ്രാൻസ്. ഏതായിരിക്കാം? ഇന്ത്യയാണ് അല്ലെ. ഏതാണത്? ഇന്ത്യ ആണെന്ന് ഓർത്തിരിക്കുക. 2026 ജനുവരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതാണത്? ഇന്ത്യയാണ് അല്ലേ. ഇതാണത് ഇന്ത്യയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. സമുദ്ര ഭക്ഷ്യസുരക്ഷ സമുദ്രമാണ് ഭാവി എന്ന പ്രമേയത്തിലുള്ള 2ാമത് ആഗോള ഉച്ചകോടി നടക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. സമുദ്ര ഭക്ഷ്യസുരക്ഷ സമുദ്രമാണ് ഭാവി എന്ന പ്രമേയത്തിലുള്ള 2ാമത് ആഗോള ഉച്ചകോടി നടക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഇന്ത്യ, ഇസ്രായേൽ, ജപ്പാൻ, USA. ഇന്ത്യ, ഇസ്രായേൽ, ജപ്പാൻ, USA. ഏതാണത്? ഇസ്രായേലാണ് അല്ലെ. ഏതാണത്? ഇസ്രായേലാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ. എന്താണ്? ഇസ്രായേലാണ്. ഓക്കെ. ഇന്ത്യ എന്ത് ചെയ്തിരുന്നു? അംഗങ്ങളെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യ അംഗങ്ങളെ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അടുത്തത്, കുടുംബശ്രീയുടെ വനിതാ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങൾക്കായിട്ട് ആരംഭിച്ച യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡ് ഏതാണെന്നുള്ളതാണ് അല്ലെ. കുടുംബശ്രീയുടെ വനിതാ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങൾ അല്ലെ ആയിട്ട് ആരംഭിച്ച യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡ് എന്താണെന്നുള്ളതാണ്. എന്താണത്? കെ ഇനാം എന്നുള്ളതാണ്. എന്താണത്? കെ ഇനാം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം. അതിന് ചുറ്റുമുമ്പായിട്ട് ഈ പറയുന്ന പോക്കറ്റ് മാർട്ട് സംവിധാനം എന്ത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പോക്കറ്റ് മാർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതല്ല. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ വനിതാ കാർഷിക ഭക്ഷ്യ സുരക്ഷ സംരംഭങ്ങൾക്കായിട്ട് ആരംഭിച്ച യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡ് ഏതാണെന്നുള്ളതാണ്. അത് കെ ഇനാം എന്നുള്ളതാണ്. അതാണത് കെ ഇനാം. ഓക്കെ. അടുത്തത്, സാമൂഹിക ബഹിഷ്കരണം അതായത് സോഷ്യൽ ബോയ്ക്കോട്ട് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിൽ നിയമവിജ്ഞാപനം ചെയ്ത സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. സാമൂഹിക ബഹിഷ്കരണം അല്ലെ സോഷ്യൽ ബോയ്ക്കോട്ട് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിലെ നിയമവിജ്ഞാപനം ചെയ്തിട്ടുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഏതാണത്? കർണാടകയാണ് അല്ലെ. കർണാടകയാണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 15 പ്രകാരം നമുക്ക് എന്തുണ്ട്? റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഈ പറയുന്ന ജാതി, മതം, വർണ്ണം എന്താണ് വർഗം, ഭാഷ എന്നീ പറയുന്ന രീതിയിൽ ആളുകളെ ഇന്ത്യ മറ്റിൽ ഇങ്ങനെ തരംതിരിച്ചു മാറ്റുന്നതൊക്കെ എന്താണ്? കുറ്റകൃത്യമാണ് അല്ലേ. പറയുന്ന പണ്ടത്തെ IPC സെക്ഷൻ 153 പ്രകാരം എന്താണത്? ഇത് കുറ്റകൃത്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഒരു വ്യക്തിയുടെ ജാതി, മതം, വർണ്ണം, വർഗം, ഭാഷ എന്നിവ വെച്ചിട്ട് ഇന്ത്യ ആളുകളെ ഈ പറയുന്ന വയലൻസ് ഉണ്ടാക്കുക, ഹേറ്റഡ് ഉണ്ടാക്കുക, ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ എന്താണ്? വളരെ വലിയ തെറ്റാണ്. 3 വർഷം വരെ എന്തെങ്കിലും പറയുന്ന കഠിന തടവ് ലഭിക്കുന്ന ഒരു തെറ്റും കൂടിയാണെന്ന് പറയുന്നത്. BNS-ലേക്ക് വരും, ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വരുമ്പോൾ എന്താണ്? 190 അല്ലെ 6 മറ്റോ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്നത് BNS-ലേക്ക് വരുമ്പോൾ അതൊന്ന് നോക്കണേ. അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പം എന്ത് ചെയ്യുക? അതെന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ് അല്ലേ. 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഏത് രാജ്യങ്ങളാണ് എന്നുള്ളതാണ്. ഏതൊക്കെയായിരിക്കാം? 2 രാജ്യങ്ങൾ കാണുന്ന 2 ഇടത്തേ ഉള്ളൂ. ഒന്ന് എന്താണ്? സിംബാബ്വെ, നമീബിയ. മറ്റൊന്ന് ഇന്ത്യ, ശ്രീലങ്ക. ഏതായിരിക്കാം? സിംബാബ്വെ, നമീബിയ എന്നീ പറഞ്ഞ 2 രാജ്യങ്ങളിൽ നിന്നായിരിക്കും അല്ലേ. 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ അത് സിംബാബ്വെയും നമീബിയയുമാണ്. സിംബാബ്വെയും നമീബിയയുമാണ്. അടുത്തത്, സുഗതകുമാരി സ്മൃതി പുരസ്കാരത്തിന് അർഹനായ
പ്രഭാവർമ്മയുടെ കൃതി ഏതാണെന്നുള്ളതാണ് അല്ലെ. സുഗതകുമാരി സ്മൃതി പുരസ്കാരത്തിന് അർഹയായ പ്രഭാവർമ്മയുടെ കൃതി ഏതാണെന്നുള്ളതാണ്. എന്താണത്? നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടാകും. എന്താണത്? രൗദ്രസ്വാത്വീകം എന്നുള്ളതാണ് അല്ലെ. എന്താണത്? രൗദ്രസ്വാത്വീകം എന്നുള്ളതാണ്. രൗദ്രസ്വാത്വീകം. അപ്പൊ സുഗതകുമാരി സ്മൃതി പുരസ്കാരത്തിന് അർഹമായ പ്രഭാവർമ്മയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് രൗദ്രസ്വാത്വീകമാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്തത് പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞ ആരായിരുന്നു എന്നുള്ളതാണ് അല്ലെ. പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് നേടിയിട്ടുണ്ടായിരുന്ന 2026 നേടിയ ശാസ്ത്രജ്ഞ ആരാണെന്നുള്ളതാണ്. ആരാണത്? US നിന്നുള്ള ടോബി കേഴ്സ് ആണ് അല്ലെ. ആരാണത്? US നിന്നുള്ള ടോബി കേഴ്സ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ. അപ്പോൾ പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞ ആരാണത്? ടോബി കേഴ്സ് ആണ്. ആരാണത്? ടോബി കേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു അന്ന് ഈ പറയുന്ന ഇതേ പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് ഈ പറയുന്നത് ഗാഡ്ഗിലാണ് അല്ലെ. ഗാഡ്ഗിലാണ്. ഗാഡ്ഗിലാണ്. മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങൾ അത് ഓർത്തിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ മാധവ് ഗാഡ്ഗിൽ, പുള്ളി പറഞ്ഞ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇതേ മാധവ് ഗാഡ്ഗിൽ തന്നെയാണ് അല്ലേ. പറഞ്ഞ പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകൾ എന്ന് പറഞ്ഞ് തരംതിരിക്കുകയും അദ്ദേഹം അടുത്തിടെയാണ് എന്ത് ചെയ്യുന്നത് അന്തരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിനെതിരായിട്ടാണ് ഈ പറഞ്ഞ കസ്തൂരിരംഗ റിപ്പോർട്ട് വരുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട എന്താ ചോദിച്ചാൽ പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? ഈ പറയുന്ന ടോബി കേഴ്സ് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ടോബി കേഴ്സ് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അവർക്ക് പ്രധാനമായിട്ട് പറയുന്ന മൈക്രോബിയൽ ഫഞ്ചൈസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നവർ പഠനങ്ങൾ കാണാൻ എന്ത് ചെയ്യുന്നത് അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ റൂട്ടുകളിലൊക്കെ ഈ പറഞ്ഞ നൈട്രജൻ ഫിക്സേഷൻ, ഫോസ്ഫറസ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയകളുടെ പഠനം, അവർക്ക് എത്രത്തോളം ഈ പറയുന്ന എക്കോസിസ്റ്റത്തിന് അവർ എത്രത്തോളം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങളാണ് അവർ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്ത് ചെയ്യുക? ഓർത്ത് നോക്കണേ. അടുത്തത് ശൈത്യകാലത്തെ അസാധാരണമായ കാട്ടുതീ ഭീഷണി നേരിട്ടതിനെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ ദേശീയ ഉദ്യാനം ഏതാണെന്നുള്ളതാണ്. ശൈത്യകാലത്തെ അസാധാരണമായ കാട്ടുതീ ഭീഷണി നേരിട്ടതിനെ തുടർന്ന് വാർത്തകൾ ഇടം നേടിയിട്ടുണ്ടായിരുന്ന ദേശീയ ഉദ്യാനം ഏതാണെന്നുള്ളതാണ്. ജിം കോർബറ്റ് അല്ല, ഈ പറയുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത് അല്ലേ. ആണത് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്, ചമോലിയിലാണ് അല്ലെ. ചമോലി ഡിസ്ട്രിക്റ്റിലാണ് അധികം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിന് അടുത്ത് തന്നെയാണ് എന്തുള്ളത്? നന്ദാദേവി നാഷണൽ പാർക്ക് ഉള്ളത്. രണ്ടും 2005 യുനെസ്കോയുടെ എന്ത് ചെയ്യുന്നത് പൈതൃക പട്ടികയിൽ അംഗമായിട്ടുള്ളത്. നിങ്ങൾ ആരും എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. ചോദ്യം എന്ന് പറയുന്നത് ദേശീയ കരസേനാ ദിനം എന്നാണെന്നുള്ളതാണ് അല്ലെ. ദേശീയ കരസേനാ ദിനം എന്നാണെന്നുള്ളതായിരുന്നു. അതെന്നാണത്? ജനുവരി 15 ആയിരുന്നു. എവിടെ വെച്ചാണ് നടന്നത്? ജനുവരി 15 എവിടെ വെച്ചാണ്? ജയ്പൂരിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ദേശീയ കരസേനാ ദിനം എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ദേശീയ കരസേനാ ദിനം ജനുവരി 15 ജയ്പൂരിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടന്നിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ പ്രധാനമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഓക്കെ, കാരണം ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്ന രീതിയിലാണ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അഡീഷണൽ ഇൻഫോർമേഷൻസ് എന്നും പോകുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പെട്ടെന്ന് തന്നെ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ ഈ പ്രധാനപ്പെട്ട ഒരാഴ്ചയിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അറിയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ കമ്പനി ബോർഡ് എലിജിബിൾസ്, ബെപ്കോയെ, അതുപോലെ തന്നെ ഈ പറയുന്ന VFAക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ASDB അക്കാഡമിയിൽ നമ്മൾ പ്രയാണം എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒറ്റ പരീക്ഷ ഈ പറഞ്ഞ ഒറ്റ കോഴ്സിലൂടെ എനിക്ക് പറഞ്ഞ 3 പരീക്ഷകൾ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കോഴ്സിലൂടെയാണെന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സും ലൈവ് പ്ലസ് കൂടെ ക്ലാസ്സിൽ ഭാഗമായിട്ടൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ASDB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. അതിൽ ആപ്പായിട്ട് ബന്ധപ്പെട്ട് കോഴ്സായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നോട്ടുകളൊക്കെ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടുകൾ വേണ്ടവർ തൊട്ട് താഴെ കാണുന്ന പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു, വീണ്ടും കാണാം.